ഓട്ടോമാറ്റിക് ക്രാഡിൽ സ്പ്രിംഗ് ഡിവൈസിലെ ടൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കൊരു ഇൻസ്ട്രക്ഷൻ കാർഡാണുള്ളത്. ഇതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉള്ള ഒരു ഇൻസ്ട്രക്ഷൻ കാർഡ്. ദെൻ നമുക്കൊരു അഡാപ്റ്റർ ആണുള്ളത്. നെക്സ്റ്റ് വരുന്നത് നമുക്കിതിൻ്റെ ഡിവൈസ് ആണ്. ഈ ഡിവൈസിൻ്റെ മെയിൻ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് എല്ലാം തന്നെ ഔട്ട്പുട്ട് ഇൻഡിക്കേറ്റേഴ്സ് ആണ്. സോ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്പ്രിങ്സിനെ പറ്റി നോക്കാം. സ്പ്രിങ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ഈസിലി സ്ട്രെച്ചബിൾ ആണ്. നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളക്കാനും തിരിക്കാനും പറ്റും. ഇതിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ദെൻ നമുക്കിതിന് ഒരു പാലറ്റ് വരുന്നുണ്ട്. 5 സ്പ്രിങ്സ് അറ്റാച്ച് ചെയ്യാനുള്ള പാലറ്റ് ഉണ്ട്. ദെൻ ക്രാഡിൽസ് അറ്റാച്ച് ചെയ്യാനുള്ള 2 ഹുക്സ് വരുന്നുണ്ട്. ദെൻ നമുക്ക് ഒരു നൈലോൺ റോപ്പ് കൂടിയാണ് ഇതിൻ്റെ കൂടെ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ സ്പ്രിങ് ഈ ഡിവൈസ് ആയിട്ട് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇത് വളരെ സിമ്പിളാണ്. നമ്മൾ സ്പ്രിങ് എടുക്കുക, ദെൻ ഈ ഡിവൈസിൻ്റെ ഹോളുമായിട്ട് ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമ്മൾ പാലറ്റുമായിട്ട് അറ്റാച്ച് ചെയ്യുക. മുകളിൽ നമ്മൾ എങ്ങനെയാണോ ഡിവൈസ് അറ്റാച്ച് ചെയ്തത് ഈ സെയിം മെത്തേഡ് തന്നെയാണ് താഴെ നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് നൈലോൺ റോപ്പ് എങ്ങനെയാണ് ഡിവൈസായിട്ട് കണക്ട് ചെയ്യുന്നത് നോക്കാം. വളരെ സിമ്പിളാണ്. നമ്മൾ ഇതിൻ്റെ എഡ്ജസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈക്വൽ ആണ്. സോ നമ്മൾ നൈലോൺ റോപ്പിൻ്റെ ഒരു എഡ്ജ് ഈ ഹോളിലൂടെ എടുക്കുക. ദെൻ അതർ സൈഡ് നമ്മളൊരു നോട്ട് ഇടുക. ദെൻ നമ്മൾ പാലറ്റിൻ്റെ ഈ ഹോളുമായിട്ട് ജസ്റ്റ് നമുക്ക് കൺവീനിയൻ്റ് ആവുന്ന തരത്തിൽ ഒരു നോട്ട് ഇടുക. നമുക്കിത് റോൾ ചെയ്ത് കൊടുക്കാം. സോ ഞാനിവിടെ ഡിവൈസും പാലറ്റുമായിട്ട് 2 സ്പ്രിങ്സ് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. ഈ സ്പ്രിങ്സ് എപ്പോഴും ബേബിയുടെ വെയിറ്റിനെ അക്കോർഡ് ചെയ്തിരിക്കും. അതായത് ഇപ്പം 3 kg തൊട്ട് 6 kg വരെയുള്ള ഒരു കുട്ടിയുടെ വെയിറ്റിനാണ് നമ്മൾ 2 സ്പ്രിങ്സ് അറ്റാച്ച് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഇതിൽ ഫുൾ സ്പ്രിങ്സ് അറ്റാച്ച് ചെയ്യുന്നതോടൊപ്പം 15 kg അപ് ടു 15 kg അതായത് 15 കിലോഗ്രാം ഭാരമുള്ള കുട്ടികളുടെ വെയിറ്റ് വരെ താങ്ങാനുള്ള കപ്പാസിറ്റീസ് ഉണ്ട്. സോ ഇതാണ് ബേസിക്കലി നമ്മുടെ ഇവിടെ ലോഡിംഗ് കപ്പാസിറ്റീസിനെ കുറിച്ച് പറയുന്നത്. സോ നമുക്ക് ക്രാഡിന്റെ ഫൈനൽ സെറ്റിംഗ്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. സോ നമ്മൾ ഈ ഡിവൈസ് റൂഫ് ടോപ്പിലെ ഹൂക്കുമായിട്ട് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്തതിന് ശേഷം സ്പ്രിംഗ് പ്ലേറ്റിലേക്ക് സെക്കൻഡ് ഹൂക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ആ ഹൂക്കിലേക്ക് ട്രയാങ്കിൾ നമ്മൾ അഡാപ്റ്റർ സെറ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇത് 12 വോൾട്ട് 1.5 ആംപിയർ വരുന്ന അഡാപ്റ്റർ ആണ്. ഏകദേശം ഇത് 2.5 മീറ്റർ നീളമുണ്ട് ഇതിന്റെ വയറിന്. സോ നമുക്ക് അഡാപ്റ്റർ ഡിവൈസായിട്ട് കണക്ട് ചെയ്യാം. സോ നമുക്ക് ക്രാഡിൽ ഡിവൈസിൻ്റെ ഔട്ട്പുട്ട് ഫീച്ചേഴ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാം. നമുക്കിവിടെ പവർ ബട്ടൺ കാണാവുന്നതാണ്. ഇവിടെ ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ ക്രാഡിൽ ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതുപോലെ നമുക്കിവിടെ ടൈം അഡ്ജസ്റ്റിംഗ് ബട്ടൺ കാണാം. അതിനനുസരിച്ച് നമുക്കിവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ടൈം ഓരോ അവേഴ്സും സെറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നമുക്കിവിടെ മ്യൂസിക് വേണമെങ്കിൽ
കൊടുക്കാവുന്നതാണ്. അതിൻ്റെ വോളിയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. then അതുപോലെ നമുക്ക് ഇതിൻ്റെ സ്പീഡ്, ഹാങ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കൂട്ടണമെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കൂട്ടുകയും കുറക്കുകയും ചെയ്യാം. സോ അമ്മമാരുടെ കൈകൾക്കൊക്കെ കുറച്ചുകൂടി ഫ്രീ ആയിരിക്കാൻ ഈ ഡിവൈസ് കുറച്ചുകൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ക്രാഡിൽ സെറ്റ് ചെയ്തതിന് ശേഷം, കുട്ടികളെ കിടത്തിയതിന് ശേഷം നമ്മൾ ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമാണ്, നമ്മൾ ഈ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ക്രാഡിൻ്റെ പൊസിഷൻ ഏതാണ്ട് 60 സെൻറ്റിമീറ്റർ എബവ് എങ്കിലും വേണം.